അൻവർ വലത്തോട്ടോ? ഇപ്പോൾ ഈ ഒരു ചോദ്യം ഉയരാൻ കാരണവുമുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെയും അൻവറിന്റെയും വാക്കുകൾ നൽകുന്ന സൂചന അത് തന്നെയാണ്. PV അൻവറിന്റെ UDF പ്രവേശനം അടഞ്ഞ അധ്യായമല്ലെന്നാണ് സണ്ണി ജോസഫ് ഇപ്പോൾ പറയുന്നത്. 10 റൗണ്ട് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ തന്നെ 10,000-ലധികം വോട്ട് നേടി കരുത്ത് കാട്ടിയതോടെയാണ് അൻവറിന്റെ കാര്യത്തിൽ ഇനിയും ചർച്ചയാകാമെന്ന നിലപാട് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നിരിക്കുന്നത്. ഭൂരിപക്ഷം 5000 പിന്നിട്ടപ്പോഴായിരുന്നു സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കണ്ടത്. അൻവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം ഇനിയും ഉയരുമായിരുന്നു. അൻവറിന് മുൻപിൽ വാതിലടച്ചിട്ടില്ല, സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞത്. വാതിൽ പൂട്ടിയാലും തുറക്കാൻ താക്കോലുണ്ടെന്നാണ് സണ്ണി ജോസഫിന്റെ വാക്കുകൾ. അതായത് അവഗണിക്കാൻ കഴിയുന്ന ആളല്ല അൻവർ എന്ന അഭിപ്രായം ഈ കോൺഗ്രസിലും UDFിലും ഉയരാനുള്ള സാധ്യതയാണ് സണ്ണി ജോസഫിന്റെ പ്രസ്താവന നൽകുന്നത്. അതേസമയം നിലമ്പൂരിൽ 10,000-ലധികം വോട്ട് നേടി കരുത്തു കാട്ടിയ അൻവറിന്റെ പ്രതികരണം കരുതലോടെ തന്നെയാണെന്ന് പറയാം. UDF പ്രവേശനത്തിന് അനുകൂലമാകുന്ന സാഹചര്യം പരമാവധി ഉപയോഗിക്കാനുള്ള നീക്കമാണ് അൻവർ ഇപ്പോൾ നടത്തുന്നത്. ആദ്യഘട്ടങ്ങളിൽ UDFിന്റെ ലീഡ് കുറഞ്ഞത് അൻവർ വോട്ട് പിടിച്ചതോടെയാണെന്നത് വ്യക്തമാണ്. എന്നാൽ 10,000-ലധികം വോട്ട് നേടിയ ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ അൻവർ പറഞ്ഞത് താൻ പിടിച്ചത് UDFിന്റെ വോട്ടല്ല എന്നാണ്. LDFിന്റെ വോട്ടുകളാണ് തന്റെ പെട്ടിയിലെത്തിയത്. പിണറായി സത്തിനെതിരെയാണ് പോരാടിയത്, അതിനുള്ള വോട്ടുകളാണ് തനിക്ക് ലഭിച്ചതെന്നാണ് അൻവർ പറയുന്നത്. എന്തായാലും ഇനി തന്നെ അവഗണിക്കാൻ UDFിന് കഴിയില്ലെന്ന് അൻവറിന് നന്നായി അറിയാം. അത് മുന്നിൽ കണ്ടാണ് അൻവർ UDFിനെ തലോടി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് പോലും. എന്നാൽ അൻവറിന്റെ കാര്യത്തിൽ കടുത്ത നിലപാടെടുത്ത VD സതീശൻ ഇനി എന്ത് പറയുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.